ഹായ്, വെൽക്കം ടു എജ്യൂബിൾസ് ലേണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടറ്റ് എക്സാമിൻ്റെ സ്പെഷ്യൽ എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെ അപ്ലൈ ചെയ്യാം. ആ സമയത്ത് ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്, നമ്മൾ ഒരുപാട് വിളിച്ചു അന്വേഷിച്ചു. അപ്പോൾ നമുക്ക് സാധാരണ കേട്ടറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളായിരുന്നില്ല. ഈ പുതിയ അതിൽ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനുണ്ടായിരുന്നു. സോ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടീച്ചേഴ്സിനുള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വരുത്തുക. അത് മാത്രമല്ല, ഇനി എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ അതുകൂടി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെയുള്ളൊരു കാര്യം പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയമാണ്, പെൻ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻസ് നമ്പർ ആവശ്യമുണ്ടോ? ഇതിൽ ചില മാറ്റങ്ങളൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്, അത് ഇവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സർവീസ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള എക്സാം ഏപ്രിൽ ലാസ്റ്റോ അല്ലെങ്കിൽ മെയ് തുടക്കത്തിലോ ആയിരിക്കും ഉണ്ടാവുക. തീർച്ചയായും അതിനിടയ്ക്ക് സാധാരണ നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് തന്നെ എക്സാം ഡേറ്റ് പറയാറുണ്ടായിരുന്നു. അതിൽ നോട്ടിഫിക്കേഷനിൽ തന്നെ നമുക്ക് കാണാറുണ്ടായിരുന്നു കൃത്യമായി ഇത്ര ഡേയ്സ് ഉണ്ട്. അപ്പോൾ ആ ഡേയ്സിനനുസരിച്ച് നമുക്ക് പഠിക്കാൻ നമ്മുടെ പഠന തന്ത്രങ്ങൾ ആ രീതിയിലേക്ക് മാറ്റാനുള്ള ഒരു സമയം നമുക്ക് ലഭിക്കാറുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, ഇതിൻ്റെ സിലബസ് ഒക്കെ എടുക്കുമ്പോൾ ഒരുപാട് ഏരിയ കവർ ചെയ്യാനുണ്ടാവും. എന്നാൽ എക്സാമിന് വരുന്ന പാറ്റേൺ കൂടി നമ്മൾ പഠിക്കുമ്പോൾ ഏത് ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് മനസ്സിലാക്കി ആ രീതിയിൽ നമ്മുടെ പഠനം കൊണ്ടുപോയാൽ മാത്രമേ നമ്മുടെ സമയവും, നമുക്ക് മറ്റുള്ള ജോലികളുള്ളവരാണ്, നമുക്ക് കിട്ടുന്ന കുറഞ്ഞ സമയങ്ങൾ, രാവിലെയോ വൈകുന്നേരമോ മറ്റുള്ള ഒഴിവ് സമയങ്ങളിലൊക്കെ കിട്ടുന്ന കുറഞ്ഞ സമയങ്ങൾ പരമാവധി നമ്മുടെ പഠനത്തിൽ എങ്ങനെ വിനിയോഗിക്കാം എന്ന് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ 2 മാസത്തിനടുത്ത്, ചിലപ്പോൾ അതിനേക്കാൾ കുറയാറുണ്ട്. സാധാരണ നോട്ടിഫിക്കേഷൻ വന്നാൽ ഇത്ര തന്നെ സമയം ഉണ്ടാവാറുണ്ട്. പക്ഷേ നമുക്കറിയാം അപ്പോൾ സാധാരണ കേട്ടിട്ട് ഇനി 6 മാസത്തിനുള്ളിൽ. അപ്പോൾ ഇപ്പോഴേ നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് ആദ്യത്തെ 2 മാസം നന്നായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ അതിനെ റിവിഷൻ ചെയ്ത് ഒരു തവണ കൂടി റിവിഷൻ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമുക്കത് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മുമ്പിൽ കുറഞ്ഞ ദിവസങ്ങളാണ് സർവീസ് ടീച്ചേഴ്സിനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ബാച്ച് എജ്യൂബിൾസ് ലേണിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഉടൻ തന്നെ എജ്യൂബിൾസ് ലേണിംഗിൻ്റെ നമ്പറുമായി കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഏതായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. അപ്പോൾ നമ്മളെ കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ ഇങ്ങനെ ആയിരുന്നുണ്ടായിരുന്നു, അപേക്ഷ സമർപ്പിക്കുമ്പോൾ സർവീസിലുള്ള അധ്യാപകർ അതല്ലെങ്കിൽ അനധ്യാപകർ പെൻ നമ്പർ അവരുടെ പെൻ നമ്പർ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ ഫസ്റ്റ് പേജിൽ തന്നെ അങ്ങനെ കാണാം. കണ്ടോ, ഇങ്ങനെ പെൻ നമ്പർ ഓപ്ഷണൽ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്, ഓപ്ഷണൽ. അപ്പോൾ നിങ്ങൾ ആ പെൻ നമ്പർ ഇവിടെ കൊടുത്താൽ മതിയായിരുന്നു. പിന്നെ പെൻ നമ്പർ ലഭ്യമല്ലാത്ത അധ്യാപകർ അതല്ലെങ്കിൽ അനധ്യാപകർ വിജ്ഞാപനത്തിൽ അനുബന്ധമായി ചേർത്തിരിക്കുന്ന ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നമ്പർ നിർബന്ധമായും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇത് പറയുന്ന സമയത്ത് പെൻ നമ്പർ ലഭ്യമല്ലാത്തത് എന്നായിരുന്നു. പക്ഷെ നമ്മൾ ആദ്യ സമയത്ത് നമ്മൾ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാമായിരുന്നു, ഇവിടെ ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഡേറ്റ്, സർട്ടിഫിക്കറ്റ് നമ്പർ ഇവിടെ നിർബന്ധമായിട്ടും അതിൽ കൊടുക്കണമെന്നായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് രണ്ടാമത് പെൻ നമ്പർ നമ്മൾ ആദ്യം കൊടുക്കുന്നു, എന്നാൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറും ഓപ്ഷണൽ പോലെ, അതായത് അവിടെ നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതില്ല എന്ന് പിന്നീട് വെബ്സൈറ്റിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പല അധ്യാപകരും അറിയാത്തതുണ്ടെങ്കിൽ അവരൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പക്ഷേ ഉത്തരവിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, അതുകൂടി ശ്രദ്ധിക്കുക. അപേക്ഷകർ എല്ലാവരും തന്നെ, അപ്പോൾ ഇവിടെ മുഴുവൻ അപേക്ഷ പെൻ നമ്പർ ഉള്ളവരും ഇല്ലാത്തവരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വിജ്ഞാപനത്തിൽ അനുബന്ധമായി ചേർത്തിരിക്കുന്ന ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഹെഡ് മാസ്റ്റർ, അതായത് ഗവൺമെൻറ് സ്കൂളാണെങ്കിൽ ഹെഡ് മാസ്റ്റർ, അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളാണെങ്കിൽ മാനേജർ പിന്നെ അതല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻ്റൊക്കെ ആണ് വകുപ്പ് തല മേധാവി എന്നിവരിൽ നിന്നും വാങ്ങി സൂക്ഷിക്കുകയും വെരിഫിക്കേഷൻ സമയത്ത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ഹാജരാക്കേണ്ടതുമാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് അവർ ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പലരും ചോദിച്ചിരുന്നു, നമ്മൾ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ സർട്ടിഫിക്കറ്റിൽ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് കൊടുക്കുക, സൈനും കൗണ്ടർ സൈനൊക്കെ വാങ്ങാനുണ്ട്. അതൊക്കെ വാങ്ങിയ ശേഷം നമ്മളത് സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് വിദ്യാഭ്യാസ ഓഫീസിൽ തീർച്ചയായിട്ടും നമുക്കത് സമർപ്പിക്കേണ്ടി വരും, വെരിഫിക്കേഷൻ്റെ സമയത്ത് ആവശ്യം വരും. അതുകൊണ്ട് എല്ലാവരും ഈ സർട്ടിഫിക്കറ്റ് വാങ്ങണം. എന്നാൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന നിർബന്ധിതമായിട്ട് ആ നമ്പർ ചേർക്കണം എന്നുള്ളടത്ത് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, പെൻ നമ്പർ ഉള്ളവർക്ക്
അവിടെ ഒരു ഇളവുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. എന്നാൽ നമ്മുടെ ഉത്തരവിൽ നേരത്തെ തന്നെ പെൻ നമ്പർ ഇല്ലാത്തവർ നിർബന്ധമായിട്ട് ആ നമ്പർ ആഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ പെൻ നമ്പർ ആഡ് ചെയ്യാനുണ്ടാവും, അതില്ലാത്തവർക്ക് ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ആദ്യം വന്ന സമയത്ത് അത് നിർബന്ധമായിരുന്നു, എല്ലാവർക്കും ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ ഒരിക്കലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. നമുക്ക് ഏതായാലും ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ള സമയമാണ്. നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പലരും അതിൻ്റെ ഒരു അപ്ലൈ ചെയ്യുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് പഠനം സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെയുള്ള ആ രീതിയിലാണ് പലരും ആലോചിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ട അധ്യാപകരോട് പറയാനുള്ളത്, നമ്മൾ എത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നോ നിങ്ങൾ എക്സാമിനേക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നമുക്കറിയാം സ്കൂളിൽ എക്സാം വരുന്നു, മറ്റുള്ള തിരക്കുകൾ വരുന്നു. സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടേതായ ഒരു പഠന സമയം നമ്മൾ കണ്ടെത്തുകയും ഇതിനു വേണ്ടി ചിലവഴിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും എക്സാമിന് നല്ലൊരു മാർക്ക് നമുക്ക് എളുപ്പത്തിൽ തന്നെ ആദ്യ തവണ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എഡ്യൂബിൾസ് ലേണിംഗ് ഇതിനു വേണ്ടി ഒരു സ്പെഷ്യൽ ക്രാഷ് കോഴ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രകാരം. അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള എൻ്റെ ഓഡിയൻസിനോട് പറയാനുള്ളത്, അടുത്ത വർഷത്തെ LP UP എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷം ലാസ്റ്റ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റാങ്ക് ഹോൾഡേഴ്സ് നയിക്കുന്ന മികച്ച ഒരു കോഴ്സ് തന്നെ എഡ്യൂബിൾസ് ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. താല്പര്യമുള്ള ആളുകളൊക്കെ ഉടൻ തന്നെ എഡ്യൂബിൾസ് ലേണിങ്ങിൻ്റെ നമ്പറുമായി കോൺടാക്ട് ചെയ്യുക. തീർച്ചയായും നമ്മൾ നമുക്കറിയാം ഒരു 2 വർഷത്തെ ഈ ഒരു നമ്മുടെ ആ ജേണിയിൽ നിങ്ങൾക്ക് LPS UPS പല രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും മികച്ചൊരു ഗ്ലാമർ പോസ്റ്റ് തന്നെയാണ് LPS UPS എന്ന് പറയുന്നത്. സാലറി ഹൈക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് കാണാവുന്നതാണ്. മാത്രമല്ല നമ്മൾ ഈ എക്സാം എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും മികച്ച റാങ്ക് വാങ്ങി, അതായത് ആദ്യത്തെ 10 റാങ്കുകൾ ഉൾപ്പെടണം, അല്ലെ ഒന്നാമത്തെ റാങ്ക് നമുക്ക് തന്നെയാകണം എന്ന രീതിയിൽ പഠിച്ചാൽ എന്നാൽ മാത്രമേ നമുക്ക് എക്സാമിന് ഏറ്റവും മുന്നിലേക്ക് വരാനും ആദ്യത്തെ തവണ തന്നെ, അതായത് ഈ നമ്മുടെ റിസൾട്ട് വന്ന് ആദ്യ തവണ തന്നെ റാങ്കിൽ നമുക്ക് ഒരു ജോലി കരസ്ഥമാക്കാനും കഴിയൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിന് മികച്ച രീതിയിലുള്ള പഠനം തന്നെ നമ്മൾ നടത്തേണ്ടതാണ്. കൃത്യമായിട്ടുള്ള സിലബസ് അനാലിസിസ് ചെയ്ത് അതിൻ്റെ ടോപ്പിക്കുകൾ കവർ ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി ഒരുപാട് തവണ അത് നമ്മൾ ചെയ്ത് നമുക്ക് ആ ഒരു ടോപ്പിക് SCERT പൂർണ്ണമായിട്ടും കലക്കി കുടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ കോഴ്സ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. തീർച്ചയായും നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ മനസ്സിലാക്കിയാൽ എവിടെ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്, ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത്, ആ ഭാഗങ്ങൾ ഒന്നും തന്നെ നഷ്ടപ്പെടാതെ പഠിച്ച് നമുക്ക് നല്ലൊരു മാർക്ക് വാങ്ങാൻ എഡ്യൂബിൾസ് ലേണിംഗ് നിങ്ങളെ സഹായിക്കും. സോ എല്ലാവർക്കും നമ്മുടെ കേട്ടറ്റ് എക്സാമിലും അതുപോലെ തന്നെ വരാൻ പോകുന്ന എക്സാമുകൾക്കൊക്കെ നല്ല മാർക്ക് നേടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്